ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. കഴിഞ്ഞ സീസണിൽ FC ബാഴ്സലോണയ്ക്ക് വേണ്ടി തകർപ്പൻ പ്രകടനമായിരുന്നു ബ്രസീലിയൻ സൂപ്പർ താരമായ റാഫീഞ്ഞ പുറത്തെടുത്തത്. അതുകൊണ്ട് തന്നെ ബാലൻഡിയോർ സാധ്യതാ പട്ടികയിൽ അദ്ദേഹം മുൻപന്തിയിൽ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ബാലൻഡിയോറിൻ്റെ റാങ്കിങ് വന്നപ്പോൾ റാഫീഞ്ഞ 5ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയായിരുന്നു. അത് റാഫീഞ്ഞ ഒരിക്കലും അർഹിക്കാത്ത ഒന്നാണ്. ആദ്യത്തെ 3 സ്ഥാനങ്ങളിൽ ഏതെങ്കിലും ഒരു സ്ഥാനം റാഫീഞ്ഞയ്ക്ക് ലഭിക്കേണ്ടതായിരുന്നു, അർഹിച്ചതായിരുന്നു. ഡെംബലയാണ് കഴിഞ്ഞ തവണത്തെ ബാലൻഡിയോർ നേടിയത്. ഇതേക്കുറിച്ച് റാഫീഞ്ഞ ഒരിക്കൽ കൂടി സംസാരിച്ചിട്ടുണ്ട്. അതായത് ഇൻഡിവിജ്വൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണത്തെ ബാലൻഡിയോർ പുരസ്കാരം അർഹിച്ചത് താനാണ് എന്നാണ് റാഫീഞ്ഞ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ടീമിൻ്റെ ട്രോഫികളും നേട്ടങ്ങളും ഒന്നും ഇതിലേക്ക് പരിഗണിക്കാൻ പാടില്ല എന്നുകൂടി റാഫീഞ്ഞ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഇത്തവണത്തെ ബാലൻഡിയോർ പുരസ്കാരം ഞാൻ അർഹിച്ചിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളൊരു വ്യക്തിഗത പുരസ്കാരം നൽകുമ്പോൾ അതിൽ കളക്റ്റീവ് റിസൾട്ട് നോക്കാൻ പാടില്ല, അതായത് ടീമിൻ്റെ കിരീടങ്ങൾ നോക്കാൻ പാടില്ല. പക്ഷെ നിലവിൽ അത് നോക്കുന്നത് കൊണ്ട് തന്നെ ഡെംബലെ ബാലൻഡിയോർ അർഹിക്കുന്നുണ്ട്. പക്ഷെ മൊത്തത്തിൽ വ്യക്തിഗത പ്രകടന മികവ് നോക്കുകയാണെങ്കിൽ ഞാൻ ബാലൻഡിയോർ അർഹിച്ചിരുന്നു. ഇതാണ് റാഫീഞ്ഞ പറഞ്ഞിട്ടുള്ളത്. അതായത് വ്യക്തിഗത പ്രകടനം മാത്രം പരിശോധിക്കുകയാണെങ്കിൽ ഇത്തവണത്തെ ബാലൻഡിയോർ തനിക്ക് ലഭിക്കേണ്ടതായിരുന്നു എന്നാണ് ഈ ബ്രസീലിയൻ താരം പറഞ്ഞിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയതിൽ റാഫീഞ്ഞയെ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. കാരണം അത്രയേറെ മികച്ച പ്രകടനം നടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ കാര്യപ്പെട്ട കിരീടങ്ങളൊന്നും തന്നെ FC ബാഴ്സലോണ സ്വന്തമാക്കിയിരുന്നില്ല. ഇതോടുകൂടിയാണ് ഡെംബലയ്ക്ക് ആ ഒരു ട്രോഫി ലഭിച്ചത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കൊണ്ടും കാണാം.